ഓക്കെ ഗായ്സ് അപ്പം ഞാനും അതേപോലെ തന്നെ നമ്മുടെ ഷിൻജാനും ടൈഗറും കൂടെ എന്തായാലും കേസ് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പുകളൊക്കെ എന്തായാലും പോകാനായിട്ട് എന്തായാലും നിൽക്കുകയാണ് കേസ്. ഓക്കെ, അപ്പം ഞാനും ഷിൻജാനും ടൈഗറും കൂടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വലിയൊരു ട്രിപ്പ് പോകാനായിട്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണ ട്രിപ്പിലുകളൊക്കെ എന്തായാലും ഫാമിലി ആയിട്ട് എന്തായാലും ചിലപ്പോഴൊക്കെ എന്തായാലും നമ്മൾ ബസ്സിലൊക്കെയാണ് പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, അതല്ലാതെ 2-3 പേരൊക്കെ ആണെങ്കിൽ കാറിലും ബൈക്കിലൊക്കെയാണ് പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, ഇപ്പം ഇവിടെ ഇപ്പം എന്തായാലും ഞാനും ഷിൻജാനും അതേപോലെ തന്നെ ടൈഗറും മാത്രമേ എന്തായാലും ഉള്ളൂ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങളാണെങ്കിൽ ട്രിപ്പ് പോകാനായിട്ട് എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പുതിയൊരു ബസ്സുകളൊക്കെ എന്തായാലും വാങ്ങിച്ചിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇതാണ് ആ കാണുന്ന ബസ്സെന്ന് വെച്ചാൽ എൻ്റെ മോനെ വേറെ ലെവലായിട്ടൊരു ബസ്സാണ്. ഇത് പഴയ ബസ്സുകളിലൊക്കെ ആണ് കേസ്. ഓക്കെ, ഇത് സെക്കൻഡ് ഹാൻഡ് ബസ്സുകളിലൊക്കെയാണ്. ഓക്കെ, ഇത് നമ്മളൊക്കെ പണ്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സിറ്റി പ്രൈവറ്റ് ബസ്സുകളിലൊക്കെയാണ് കേസ്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് സ്റ്റിക്കറൊക്കെ ആയിരുന്നു. അത് ഫുള്ള് പറിച്ചളഞ്ഞ് ഫുള്ള് റീപെയിൻറ്റ് ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് ഫുള്ള് സർവീസൊക്കെ ചെയ്ത് ഫുള്ളായിട്ട് സെല്ലിലിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇതൊരു പ്രൈവറ്റ് ബസ്സാണ്, നമ്മുടെ സിറ്റിയിൽ ഓർഡറാണ്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് ഏതാണ് റീസ്റ്റോർ ചെയ്ത് ഫുള്ള് പണിഞ്ഞിറക്കി എടുത്ത വണ്ടികളൊക്കെയാണ്. എന്നിട്ട് ഈ സാധനം വിൽക്കായിട്ടിരുന്നതാണ്. ഇത് ഫുൾ കണ്ടീഷനിങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ ഓക്കെ നമ്മളതങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 12 ലക്ഷം രൂപ ആയിട്ടുണ്ട് ഈ ഒരു ബസ്സിന് വാങ്ങാനായിട്ട്. ഓക്കെ, പഴയത് നല്ലതൊക്കെയാണ്, അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ആയത്. അല്ലെങ്കിൽ കൂടുതലായതിനൊക്കെ നമ്മളിപ്പോൾ എന്തായാലും ഈ ഒരു ബസ്സുകളൊക്കെ എന്തായാലും വാങ്ങിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇതും കൊണ്ട് നേരെ നമുക്കിനി നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, നമ്മളെന്തായാലും പിന്നെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തേക്കണേന്ന് വെച്ചാൽ നമ്മുടെ ബീച്ചിലോട്ടാണ്. ഓക്കെ, നമ്മുടെ ബീച്ചിലോട്ട് പോയിട്ട് നമുക്കെന്തായാലും നമ്മുടെ വില്ലേജ് ഏരിയ ഇല്ലേ, വില്ലേജ് ഏരിയ ഒന്ന് ചുമ്മാ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വില്ലേജിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഹോട്ടൽ പോലത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ കണക്കൊക്കെ താമസിക്കാമെന്നാണ് വിചാരിക്കണം. നമുക്ക് ഒരു ദിവസം സ്റ്റേയും കൂടെ അടിക്കാം കേട്ടോ വില്ലേജിൽ. ഓക്കെ, നല്ല രസമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ദിവസം വില്ലേജിലായിരിക്കും മാക്സിമം. ഓക്കെ, നമ്മളങ്ങനെ നേരെ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ്. ഓക്കെ, ഞാൻ ചുമ്മാ ബസ്സിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, നമുക്കൊരു കാണിച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു പുതിയ ബസ് ഇവിടെ നൈസായിട്ട് അങ്ങ് പാർക്ക് ചെയ്യും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറ്റ സ്ഥലമൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളെപ്പോഴും കാറിലാണ് പോകുന്നത്. ഓക്കെ, ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഈ ബസ് വാങ്ങിച്ചത്. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ച് കേസ്. ഓക്കെ, ഇനി നമ്മുടെ ട്രിപ്പൊക്കെ മാക്സിമം ഈ ബസ്സിലായിരിക്കും. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും ഫൈനലി നമ്മുടെ വീട്ടിലോട്ടുള്ള എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും കാര്യം ചോക്കാം. എന്തായാലും ഷിൻജാൻ്റെ കൂടെ ടൈഗറിൻ്റെ കൂടെ റെഡി ആവാനായിട്ട് പറയാം. എടാ ഷിൻജാനെ ടൈഗറെ ഒന്ന് പെട്ടെന്ന് വാടാ, റെഡി ആയിട്ട് വാടാ, ബസ് സെറ്റായി. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഏത് ടൈപ്പിലുള്ള ബസ്സാണ് നമ്മൾ സെറ്റാക്കിയ? ടൂറിസ്റ്റ് ബസ്സല്ലേ? അയ്യോടാ ഷിൻജാനെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. എടാ നമുക്കാണെങ്കിൽ ടൂറിസ്റ്റ് ബസ് കിട്ടിയില്ലടാ. ടൂറിസ്റ്റ് ബസ് ഇവിടെ കിട്ടാൻ പാടാണ്. എന്നാലും ടൂറിസ്റ്റ് ബസ്സും കിട്ടും, പക്ഷേ ടൂറിസ്റ്റ് ബസ്സിനാണെങ്കിൽ നല്ല പൈസയാണ് ഇവിടെ. ഇപ്പം ഞാൻ ഒരു സാധാരണ ഒരു പ്രൈവറ്റ് ബസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ആ ബസ് അത്യാവശ്യം നല്ല രീതിക്ക് റിപ്പയർ ചെയ്ത് സെറ്റാക്കി നല്ലൊരു കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബസ്സൊക്കെ മതി. നമുക്ക് ടൂറിസ്റ്റ് ബസ് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയി ഫുള്ളായിട്ടൊന്ന് റെഡി ആവും, എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ചെയ്തില്ല. എന്തോട് ഇമ്പോർട്ടൻറ്റ് കാര്യം? സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ്, കൊക്കോ കോള, ബർഗർ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചില്ലല്ലോ. അയ്യോടാ ഷിൻജാനെ അത് ഞാൻ മറന്നുപോയടാ. ബൗ ബൗ ഫ്രാങ്ക്ലിനോ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 50 ബർഗറെങ്കിലും വേണം ട്രിപ്പ് പോകുമ്പോൾ കഴിക്കാൻ. ശരി നിങ്ങളവിടെ നിൽക്കുക, വാങ്ങിച്ചു തരാം. ഇവന്മാരെ കൊണ്ട് വയ്യ, എപ്പോൾ നോക്കിയാലും തീറ്റയും കുടിയും തന്നെ കേസ്. ഓക്കെ, എന്നിട്ടാ അവസാനം ഒന്നും ബാക്കിയാക്കില്ല കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരം വരാം കേസ്. ഓക്കെ, ബർഗർ വാങ്ങിക്കണം, കുറച്ച് ചിപ്സും സ്നാക്സും, പിന്നെ കുറച്ച് കൊക്കോക്കോളയും കൂൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ BMW എടുക്കാം. ഓക്കെ, നമുക്കെന്തായാലും കാറിൽ തന്നെ പോകാം കേസ്. ഓക്കെ, എല്ലാം കൂടെ ബൈക്കിൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ. ഓക്കെ, GTR എടുക്കാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ബസ് പാർക്ക് ചെയ്തേക്കണം. ഓക്കെ, എന്തായാലും ബസ് ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ഇത് വാങ്ങിക്കണമെന്ന് ബസ് പോകണ്ട. നമുക്കിപ്പോൾ നേരെ എന്തായാലും നമ്മുടെ ഈ ഒരു BMW കൊണ്ട് നേരെ എന്തായാലും നമ്മുടെ ജനറൽ സ്റ്റോറിലോട്ട് പോകാം. ഓക്കെ, അവിടെയാണ് സാധനങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, നമ്മളങ്ങനെ കേസ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജനറൽ സ്റ്റോറിലോട്ട് നമ്മളന്ന് വന്നിട്ട് ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ കുറേ ചിപ്സും കൊക്കോ കോളയും കൂൾ ഡ്രിങ്ക്സും അതേപോലെ തന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ KFCയുടെ ഒരു ഷോപ്പ് കൂടെ വന്നിട്ടുണ്ട്. അവിടെ നിന്നാണെങ്കിൽ നമ്മൾ KFCയുടെ കുറച്ച് ബർഗറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ബർഗർ മാത്രമല്ല, നമ്മുടെ KFCയുടെ ചിക്കനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേസ്. ഇനി ഇവർ രണ്ടുപേരും വാ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേസ്. ഓക്കെ, ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 50,000 രൂപയെങ്കിലും ആയിട്ടുണ്ട് കേസ്. ഓക്കെ, ചിപ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലായിടത്തും വണ്ടിയുടെ ഡിക്കിക്കകത്തോട്ട് തള്ളി കയറ്റിയിട്ടുണ്ട്. ഓക്കെ, കുറേയൊക്കെ സീറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ തിരിച്ച് വീട്ടിൽ പോകാം. എല്ലാ സാധനവും സെറ്റായിട്ടുണ്ട്. നമുക്കിനി അതെല്ലാം എടുത്ത് നമ്മുടെ ബസ്സിലോട്ട് വെക്കണം. ഓക്കെ, നമ്മൾ ആദ്യം വിചാരിച്ച കാറിൽ പോകാമെന്നാണ്, പിന്നെ വിചാരിച്ച ഒരു ബസ് എടുത്ത് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതിന് നമ്മുടെ സ്വന്തം ബസ്സാണ്. ഓക്കെ, നമ്മൾ വാങ്ങിച്ചതാണ്. ഓക്കെ,
ഇനി നമ്മളുള്ള എല്ലാ ട്രിപ്പും ആ ബസ്സിലായിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ടൂറിസ്റ്റ് ബസ് വാങ്ങിക്കാം. വണ്ടി ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ബാക്കിലത്തെ സസ്പെൻഷൻ താന്നിരിക്കുകയാണ്. എന്ത് പറയാനാണ്, ഇവന്മാർ എപ്പോഴും തിന്നോണ്ടല്ലേ ഇരിക്കും കേസ്. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കറിയാം വെച്ചാൽ നമുക്ക് നേരെ വീട്ടിൽ പോയി എല്ലാം സെറ്റായിട്ട് നമ്മുടെ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ട്രിപ്പ് അങ്ങനെ ഫൈനലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അല്ലടാ ഷിൻജാനെ, ടൈഗറെ, റോസ് നമ്മുടെ ട്രിപ്പുകളൊക്കെ ഫൈനലി സ്റ്റാർട്ട് ചെയ്യാറായേക്കാണ് ഗേയ്സ്. ഓക്കെ, ഫ്രാങ്ക്ലിനെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ നോക്കിക്കോ, ഞാൻ നിന്നെ കടിച്ചു കീറും. അയ്യോടെ ടൈഗറെ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ബാക്ക് ഫുള്ള് സാധനങ്ങളാണ്. ഓക്കെ, പിന്നെ ഈ ബാഗിൻ്റെ അത് എൻ്റെ ഷിൻജാൻ്റെ കുറച്ച് ഡ്രസ്സാണ്. ഓക്കെ, എടാ ഷിൻജാനെ, ടൈഗറെ വന്ന് പെട്ടെന്നൊന്ന് വണ്ടി കയറ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്നാലും ഇവർ രണ്ടുപേരും വന്ന് വണ്ടി കയറിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ആ മ്യൂസിക് സിസ്റ്റം ഒന്ന് ഓണാക്ക്. എടാ ഷിൻജാനെ, ഒരു പ്രശ്നമുണ്ടാ, ഈ വണ്ടിയിലുള്ള മ്യൂസിക് സിസ്റ്റം കുറച്ച് കുറഞ്ഞ മ്യൂസിക് സിസ്റ്റമാണ്. അതൊന്നും നീ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമുക്കാണെങ്കിൽ ടൂറിസ്റ്റ് ബസ് വാങ്ങിക്കാനുള്ള അത്രയ്ക്ക് പൈസയൊന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, ഇവിടെയാണെങ്കിൽ ടൂറിസ്റ്റ് ബസ് കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്, റെൻറ്റിനായാലും കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബസ് എടുത്തല്ലോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പാട്ടങ്ങനെ അങ്ങ് ഓണാക്കാം. ഓക്കെ, ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിന് എന്തോ ചെറിയൊരു കംപ്ലൈൻ്റൊക്കെ ചെറുതായിട്ടുണ്ട്, അത് അയാൾ പറഞ്ഞു. എന്നാലും ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഓണാവും എന്തൊക്കെ. ഓൾറെഡി ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിന് അത്രയ്ക്ക് വലിയ കപ്പാസിറ്റി ഒന്നും തന്നെ ഇല്ല, കുറഞ്ഞൊരു മ്യൂസിക് സിസ്റ്റമാണ്. ടൂറിസ്റ്റ് ബസ്സിലൊക്കെയാണെങ്കിൽ നല്ല പവർഫുള്ളുള്ള JBL ഒക്കെയാണ് വെച്ചിരിക്കണം. ഓക്കെ, നമുക്കൊക്കെ പാട്ടൊക്കെ ആയിട്ട് ഡാൻസ് കളിച്ചൊക്കെ പോകും. അത് മാത്രമല്ല കിട്ടില്ല ലൈറ്റൊക്കെയാണ്. ഓക്കെ, ഈ വണ്ടിയിൽ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ ഷിൻജാനും ടൈഗർ എല്ലാവരും കൂടെ എന്നാലും ബീച്ചിലോട്ടാണ് ട്രിപ്പ് പോകണം. ഓക്കെ, എന്നിട്ട് ഇവിടെ നേരെ നമ്മുടെ ഏതാണ് വില്ലേജിലോട്ടാണ് പോകണം. ഓക്കെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നേരെ ബീച്ചിലോട്ടേക്ക് എന്തായാലും പോകാം. ഇവിടെ മഴ വരുമെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ ബീച്ചിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ബീച്ചിലോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫൈനലി ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. യെസ് ഗൈസ്, ഞാനാണ് ഷിൻജാൻ. നമ്മളങ്ങനെ ഫൈനലി ഗൈസ് ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, ഒന്നും പറയണ്ട ഗൈസ്, വേറെ ലെവലാണ് ഗൈസ്. എൻ്റെ പൊന്ന്, നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. എൻ്റെ അപ്പോൾ നമ്മുടെ സിറ്റി ഏരിയയിലോട്ട് ഭയങ്കര ചൂടാണ്. ഇവിടെ പക്ഷെ നല്ല മഴയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നമ്മുടെ ബസ് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് ബീച്ചിലൊന്ന് നീന്തിയ കളിക്കുക. എന്നിട്ട് നമുക്ക് മഴയെ കൊണ്ട് അടിപൊളിയാവാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒന്ന് നോക്കട്ടെ, നേരെ വെള്ളത്തിലോട്ട് ഇറക്കും വണ്ടി. ആടാ ഷിൻജാനെ, എടാ ടൈഗറെ, ഷിൻജാനെ പതുക്കെ ഇറങ്ങടാ. ഓക്കെടാ ഫ്രാങ്ക്ലിനെ. ഓക്കെ ഗായ്സ്, നമ്മുടെ ഷിൻജാനും അതേപോലെ തന്നെ നമ്മുടെ ടൈഗറും എന്തായാലും വെള്ളത്തിൽ കിടന്ന് കളിക്കുകയാണ്. നമ്മുടെ ടൈഗറൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും നോക്കണ്ട, നേരെ എന്തായാലും ഗൈസ് വെള്ളത്തിലോട്ട് എടുത്ത് ചാടാനായിട്ട് പോകണം. എൻ്റെ മോനെ വിഷയം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ പൊളിയാട്ടാ. വെള്ളത്തിൽ കളിക്കാൻ എന്താ സുഖമല്ലേ. നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഷിൻജാനും ടൈഗറും അവിടെ ഉണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ സൂപ്പർ. ഫ്രാങ്ക്ലിനെ പൊളിയാട്ടാ. എനിക്ക് ബർഗർ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എടാ ടൈഗറെ, ഷിൻജാനെ പതുക്കെ വണ്ടി നേരത്ത് കഴിച്ചോ. ഞാൻ ഇവിടെ ഇപ്പോഴൊന്നും വരയുന്നില്ല, ഞാൻ ഇവിടെ നീന്തി കളിക്കേണ്ടി കുറച്ചേരാം. എന്ത് രസമല്ലേ ഗൈസ് തണുത്ത വെള്ളത്തിൽ കുളിക്കാനായിട്ട്. എൻ്റെ പോനെ നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ കിടന്ന് അടിച്ച് കളിക്കുകയാണ്. ഓക്കെ, എൻ്റെ മോനെ ഒന്നും നോക്കണല്ലോ. ഓക്കെ, നമ്മളെ ഫ്രാങ്ക്ലിനാണെങ്കിൽ ഇങ്ങനെ എന്തായാലും ആടിച്ചാടി കളിക്കുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും കുറച്ച് നേരം കൂടെ ഒന്ന് നീന്തിയിട്ട് നമുക്കെന്തായാലും ഇവിടെ നിന്ന് അങ്ങ് പോകാൻ കഴിയും. ഓക്കെ, നമ്മളിവിടെ കുറേ നേരം നിൽക്കണം, അത്രയ്ക്ക് സേഫ് അല്ല. ഓക്കെ, വല്ല ഷാർക്കും വല്ല ഒന്നും കഴിച്ചുകൊണ്ട് തീർന്നു വരാം. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും കുറച്ചുകൂടെ എന്തായാലും സ്വിം ചെയ്തിട്ട് എന്തായാലും നമുക്ക് തിരിച്ച് നേരെ എന്തായാലും പോവാൻ കഴിയും. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ ഷിൻജാനും ഇവിടെ ഇപ്പോൾ എന്തായാലും കുറേ നേരം എന്തായാലും സ്പെൻഡ് ചെയ്ത് ഇവിടെ കുറേ നേരം എന്തായാലും എൻജോയ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഞാനും ഷിൻജാനും ടൈഗറും കൂടെ കൊണ്ട് എല്ലാ സ്നാക്സ് കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി അല്പം എന്തോ ബാക്കിയുള്ളതാണ്, അത് പോകാൻ വേണ്ടിയിട്ട് അവരെന്തായാലും കഴിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വെള്ളത്തിൽ നമ്മുടെ ബസ് എടുക്കുക. നമ്മുടെ ഡ്രസ്സും കൂടെ അനുസരിച്ച് ചേഞ്ച് ചെയ്തു. നേരത്തെ സ്വിമ്മിങ് ഡ്രസ്സായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ചേരം ഇവിടെ വണ്ടിയിലോട്ട് കയറാം. എൻ്റെ അപ്പോൾ ഇത് നല്ല വെള്ളത്തിലാണ് കേട്ടോ കിടക്കണം. ഓക്കെ, ഭാഗ്യം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഞായറാഴ്ച വണ്ടി പണി വരുന്നു. ഓക്കെ, അങ്ങനെ ഒന്നും പണിയിട്ട വണ്ടിയല്ല കേസ് നമ്മുടെ ബസ്. ഓക്കെ, എൻ്റെ മോനെ നമുക്കിപ്പോൾ വണ്ടി നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇപ്പം മരത്തിൽ കൊണ്ടിരിക്കുകയായിരുന്നു. എടാ ഷിൻജാനെ ടൈഗറെ മതിയുടെ കഴിച്ചത്. എടാ കഴിച്ച് എന്തെങ്കിലും വരും. ഇവന്മാരാ വയറ്റിലല്ല കൊക്കാപ്പുഴുവല്ല കിടക്കണം. എപ്പോഴും തീറ്റയാണ് കേസ്. ഓക്കെ, തീറ്റ കൂടി അങ്ങനെയുള്ളൂ. ഓക്കെ, ഇവരാണെങ്കിൽ ഇത്രയും നേരം എന്തായാലും വെള്ളത്തിൽ കിടന്ന് കളിയായിരുന്നു. എന്നിട്ട് നേരെ വണ്ടി ചാടിക്കയറി ഉള്ള എല്ലാം പറക്കി തിന്നേസ്. എനിക്ക് ആകെപ്പാടെ കിട്ടിയ ഒരു ബർഗറിൻ്റെ 1/4 പീസും പിന്നെ ഒരു വലിയൊരു 30 രൂപയുടെ
ലേസിൻ്റെ പാക്കറ്റിൽ 2-3 പീസ് ചിപ്സാണ് എനിക്ക് കിട്ടിയത് കേസ്. ഓക്കെ, ബാക്കി എല്ലാം ഇവന്മാർ തിന്നു കളഞ്ഞു കേസ്. ഓക്കെ ഓക്കെ, ഇവിടെ എന്നാലും ഇവന്മാർ വന്ന് കയറിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഷിൻചാനെ ടൈഗർ നിങ്ങൾ കഴിച്ച് തീർന്നില്ല, എന്താ കാണിക്കണേ? എടാ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണറ. നമ്മളിങ്ങനെ നേരെ വില്ലേജിലോട്ടാണ് പോണ. ഇവന്മാരെപ്പോൾ നോക്കിയാലും തീറ്റ തന്നെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മൾ കൊണ്ടുവന്ന ചിപ്സും കൂൾ ഡ്രിങ്ക്സും കോക്കോക്കോളയും ബർഗറും എല്ലാം തീർന്ന്. ബൗ ബൗ ഫ്രാങ്ക്ലിനോ, എനിക്കിപ്പോൾ എവിടെന്നെങ്കിലും ഒരു ബർഗർ വേണം, അല്ലെങ്കിൽ ഞാനാകെ സീനാക്കും. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എടാ ഷിൻചാന് ടൈഗർ എന്ത് തീറ്റയാണ് ഇത്? എടാ നമ്മളിപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചാൽ അത് മൊത്തം തിന്ന് തീർത്താ. പക്ഷെ എൻ്റെ പൊന്നെ, ഇവന്മാരെ പറയണ്ട കേസ്. ഇഷ്ടം പോലെ സ്നാക്സൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാ ഇവന്മാർ തിന്ന് തീർത്ത് കേസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കിനി നേരെ നമ്മുടെ വില്ലേജിലോട്ട് പോകും, എന്നിട്ട് അവിടെ നമുക്ക് എന്തായാലും താമസിക്കും. ഓക്കെ, വില്ലേജിലാണ് കേസ് കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉള്ളത്. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും കേസ് കുറേ നേരമായിട്ട് എന്തായാലും വണ്ടികളൊക്കെ ഓടിക്കുകയാണ് കേസ്. ഓടിച്ചോടിച്ച് നമ്മളിങ്ങനെ ഫൈനലി കേസ് ഏകദേശം നമ്മുടെ വില്ലേജ് ഏരിയയിലോട്ട് നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട്. ഇതാണ് കേസ് നമ്മുടെ വില്ലേജ് എന്ന് പറഞ്ഞാൽ. എൻ്റെ നമ്മൾ കുറേ ദൂരം ഓടി ഓടിയാണ് നമ്മൾ വില്ലേജിലോട്ട് എത്തിയത്. ഇവിടെ ഇപ്പോൾ ടൈമൊക്കെ മാറിയിട്ടുണ്ട്, ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല രാത്രി ആയിട്ടുണ്ട് കേസ്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിയുടെ ലൈറ്റൊക്കെ ഓണാക്കി ഇങ്ങനെ പോകണം. നല്ല മഴയാണ് കേസ്. ഓക്കെ, മഴ പിന്നെ കൂടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇവിടുത്തെ ഏതെങ്കിലും ഒരു വീടുകളൊക്കെ എടുക്കണം കേസ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ കുറേ വീടൊക്കെ ഉണ്ട്. കുറേ വീടൊക്കെ ആണെങ്കിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും റെൻറ്റിനിട്ടിരിക്കുന്ന വീട് നമുക്ക് വാങ്ങിക്കണം. ഓക്കെ, നമ്മളിനി കുറച്ച് ദിവസം വില്ലേജിലായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ബസ് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം കേസ്. ഓക്കെ, നമുക്കെന്താ ഈ ഒരു വീടിൻ്റെ സൈഡിലോട്ട് നമ്മുടെ ബസ് ഒന്ന് കയറ്റി പാർക്ക് ചെയ്യാം. വണ്ടി വളരെ ഇച്ചിരി പാടാണ് കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും ബസ് എന്തായാലും മാക്സിമം ഡാമേജ് ഉണ്ടാക്കാതെ വണ്ടി പാർക്ക് ചെയ്യാം. സൈഡ് നല്ല ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. സീനില്ല. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും വണ്ടി കുറച്ചുകൂടെ ഒന്ന് ബാക്ക് എടുത്ത് നമുക്ക് കയറ്റാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടെ എങ്കിലും പിന്നെയും സ്ഥലമുണ്ട്. ഓക്കെ, ഈ വീടിൻ്റെ ഇടയിലായിട്ട്. ഓക്കെ, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഷിൻചാന് ടൈഗറെ, സാധനങ്ങളൊക്കെ തീർന്നല്ലേ കൊണ്ടുവന്ന സ്നാക്സൊക്കെ? ഫ്രാങ്ക്ലിൻ ചേട്ടാ എല്ലാം തീർന്ന്, ഇനി നമുക്ക് പുതിയത് വാങ്ങിക്കണം. എന്തോ മര്യാദയ്ക്കോടെ ഇരുന്നോണം, ഇനിയൊന്നും വാങ്ങിച്ചു തരുമൊന്നുമില്ല. എൻ്റെ ഉള്ള പൈസ മൊത്തം തീർന്നു സ്നാക്സ് വാങ്ങിച്ച്. നേരത്തെ ആ കടയിലൊന്നും ഏകദേശം 50,000 രൂപ കൊടുത്തേ വാങ്ങിച്ചേ ഉള്ളൂ കേസ്. ഓക്കെ, ഇനി ഇവന്മാർക്ക് വീണ്ടും വേണമെന്ന്. ഫ്രാങ്ക്ലിൻ ചേട്ടാ പ്ലീസ്, ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞങ്ങൾക്ക് എവിടെ നിങ്ങളൊന്ന് വാങ്ങിച്ചാ? ശരി വാങ്ങിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലും കടയിൽ വല്ല ഉണ്ടാകുന്നതോ കേസ് ഇങ്ങനത്തെ സ്നാക്സൊക്കെ കിട്ടണത്. ഓക്കെ, എനിക്കറിയണ്ട. നമ്മളെന്തായാലും ഇപ്പം എന്തായാലും നമ്മുടെ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് നേരം എന്തായാലും നിൽക്കണം കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ഒരു റൂം എടുക്കാം. എന്ത് സുഖമല്ലേ മഴയൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ വീഡിയോകളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും ഒന്നല്ല ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ഞാൻ വരുന്നതാണ്. ഇവിടെ ആരെങ്കിലും ചാനലിലൂടെ ആരെങ്കിലും ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെല്ലൈക്കനും കൂടെ തന്നെ വിളിച്ചത് വീഡിയോസ് എനിക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.